ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയുടെ ലാസ്റ്റ് എപ്പിസോഡാണ് ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് യോഗ പരിപാടികൾ കഴിഞ്ഞിട്ട് കുട്ടികളുടെ തിരുവാതിരയും മറ്റു കലാപരിപാടികളൊക്കെ ആയിരുന്നു. അപ്പം എക്സാമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് അത്രയ്ക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും അവരാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർ കുറച്ച് 1-2 ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, തിരുവാതിരയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കലം അടി പരിപാടിയാണ് നടക്കുന്നത് കേട്ടോ. കലം അടിച്ച് പൊട്ടിക്കുന്ന പരിപാടിയാണ്. ഓരോരുത്തരായിട്ട് വന്ന് കണ്ണ് കെട്ടിയിട്ട് വന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അത് നല്ലൊരു കളിയായിരുന്നു കേട്ടോ. ഒരുപാട് പേര് പങ്കെടുത്തു. എനിക്ക് എല്ലാ ഫോട്ടോസും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അടിച്ച് പൊട്ടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ 2 പേര് ഇതിൽ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കാണ് പ്രൈസ്. ഇത് അടിച്ച് പൊട്ടിക്കുന്നതാണിത്. കൊച്ചു കുട്ടികൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും, ഈ കൊച്ചെന്നില്ല, വലുതെന്നില്ല, ജെൻസ് എന്നില്ല, എല്ലാവരും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും പങ്കെടുക്കാനില്ല, ഇത് ഓർഗനൈസിങ്ങിനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ അങ്ങനെ ഓർഗനൈസിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ യൂത്തുകാരുടെ കുട്ടികളുടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതിനും പ്രത്യേകം ഗ്രൂപ്പുണ്ട്, യൂത്ത്. അങ്ങനെ KNB യൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അവരുടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിഭവസമൃദ്ധമായിട്ടുള്ള ഓണസദ്യയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കാനും ഒക്കെ കിട്ടുന്ന വർഷത്തിലൊരിക്കലുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും അത് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളാണെങ്കിലും ഇവിടെ ഉള്ള കുടുംബത്തിലുള്ള കുട്ടികളാണെങ്കിലും എല്ലാവരും ഒരുപോലെ ആസ്വദിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഞങ്ങളുടെ ഈ ഓണപരിപാടി. അപ്പം അത് ഇപ്പം 3 വർഷമായിട്ട് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ആബാലവൃദ്ധജനങ്ങൾ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു പലരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വയസ്സായ കുറേ ആളുകളൊക്കെ മരിച്ചുപോയി. ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഈ ഒരു മാമ മാത്രമേ ഉള്ളൂ. മാമന് ഈ ജീവിച്ചിരിക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ ഈ 11 മക്കളിൽ ഈ ഒരു മാമ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം എന്നാലും എല്ലാവർക്കും ഇതൊരു വലിയൊരു സന്തോഷമുള്ളൊരു ഇതായിരുന്നു. അടുത്ത് പിന്നെ അന്താക്ഷരിയാണ് നടക്കുന്നത് കേട്ടോ. അതായത് ജെൻസ് ഒരു സൈഡ്, ലേഡീസ് ഒരു സൈഡായിട്ട് നിന്നിട്ട് അന്താക്ഷരി കളിക്കുന്നതായിരുന്നു. അപ്പം വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു അത്. എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഊഞ്ഞാലിൻ്റെ അടുത്തെത്തി. ഇനി എല്ലാവരും കൂടി ചേർന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടിയും വളരെ ഭംഗിയായിട്ടും ആ ഓണാഘോഷ പരിപാടി അവസാനിച്ചു. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പാണ്. അടുത്ത വർഷം ഇതുപോലെ എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാൻ പറ്റണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.